പാലക്കാട് MLA ഓഫീസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തുന്നു. തത്സമയ ദൃശ്യങ്ങൾ. 38 ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ തന്റെ മണ്ഡലമായ പാലക്കാട് എത്തിയിരിക്കുന്നത്. ആദ്യം ഈ ദിവസത്തിന്റെ ആരംഭം മുതൽ മരണവീടുകളും മറ്റും സന്ദർശിക്കുകയായിരുന്നു. ഇപ്പോഴാണ് MLA ഓഫീസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്ന കാര്യത്തിലാണ് ഇനിയൊരു പ്രതീക്ഷ. അതിനു മുമ്പ് പറഞ്ഞിരുന്നത് മാധ്യമങ്ങളെ തനിക്ക് വിശദമായി പറയുവാനുണ്ട്, മാധ്യമങ്ങളെ വിളിക്കും, പങ്കുവെക്കുമെന്നായിരുന്നു. അങ്ങനൊരു അവസരം ഇപ്പോൾ ഈ സമയത്തുണ്ടാകുമോ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് തന്നെ മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നത്. ലൈംഗിക അതിക്രമ പരാതിയിലാണ് ഇത്രയും ദിവസം രാഹുലിന് പ്രതി ചേർക്കപ്പെട്ടതിന് ശേഷം ഇത്രയും ദിവസം രാഹുൽ പാലക്കാട് എത്തിയിരുന്നില്ല. കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ജയിച്ചതിന് ശേഷം ഇപ്പോഴിതാ വീണ്ടും കോൺഗ്രസ് പാർട്ടിയിൽ അംഗമല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ, സസ്പെൻഷനിലായിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. MLA കാണുവാനായി ചില ആളുകളൊക്കെ അവിടെ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാധ്യമപ്രവർത്തകരും അവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സംശയം നിലനിൽക്കുന്നത്. നിലവിൽ ശക്തമായ പ്രതിഷേധമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്ന് പാലക്കാട് DYFIയുടെ മറ്റും നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. ഈ പ്രതിഷേധങ്ങൾക്കിടയിലും മാധ്യമങ്ങളോട് പ്രതികരിക്കുവാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറായിരുന്നില്ല. പകരം ഇന്ന് മണ്ഡലത്തിലെത്തി കഴിഞ്ഞ ദിവസം മറ്റും മരണപ്പെട്ട ആളുകളുടെ വീടുകൾ സന്ദർശിക്കുകയും ചില വിലാപയാത്രകളിൽ പങ്കെടുക്കുകയും മറ്റുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരുന്നത്. വ്യക്തമായ മറ്റ് അജണ്ടകളൊന്നും പ്രസിദ്ധീകരിച്ചിരുന്നില്ല. അതുമാത്രമല്ല MLAയുടെ മറ്റ് പ്രോഗ്രാമുകളും ഇന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ഈ ദിവസം കഴിയുന്ന ഈ ഒരു സായാഹ്നത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രതിഷേധങ്ങൾ ഭയന്ന് ഇന്ന് തന്റെ വാഹനത്തിൽ നിന്നും MLA ബോർഡ് മാറ്റിയിരിക്കുന്നതും നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. MLA ബോർഡ് വെക്കാത്ത വാഹനത്തിലാണ് രാഹുൽ ഇന്ന് മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്ക് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങളോട് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുവാൻ രാഹുൽ തയ്യാറായിരുന്നില്ല. ഈ വന്ന സമയത്ത്, ഇവിടെ വരുന്ന സമയങ്ങളിലെല്ലാം തന്നെ പ്രവർത്തകരുടെ മറ്റ് വീടുകൾ സന്ദർശിച്ചിരുന്ന കാര്യമാണ് രാഹുൽ പറഞ്ഞത്. ഇപ്പോൾ ഇതാ അവിടെ നിന്നും സച്ചിൻ വള്ളിക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സച്ചിൻ, ഇനി മാധ്യമങ്ങളോട് രാഹുൽ മാങ്കൂട്ടം പ്രതികരിക്കുവാനുള്ള സാധ്യതയുണ്ടോ? കൂടുതൽ വിവരങ്ങൾ. ഇന്ന് പ്രതികരിക്കില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ രാഹുൽ MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് രാഹുൽ MLA ഓഫീസിൽ നിന്നും തിരുവനന്തപുരത്തേക്ക്, തുടർന്ന് ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് അടൂരിലെ വീട്ടിലും ഒളിച്ചു താമസിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് പാലക്കാട് ജില്ലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ അവിടെ നിവേദനമടക്കം സമർപ്പിക്കാൻ എത്തിയ ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ഏറെ നിലവിൽ പാലക്കാട്ടെ കോൺഗ്രസുകാർ തന്നെ രാഹുലിന് ഈ MLA ഓഫീസിലും സ്വീകരണം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. അതായത് കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കളൊക്കെ രാഹുലിനെ തള്ളിപ്പറയുമ്പോഴും രാഹുലിനെ സംരക്ഷണം ഒരുക്കാനും അതേപോലെ തന്നെ രാഹുലിനൊപ്പം നിൽക്കാനും കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകർ കൂടെ ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. അത് തന്നെയാണ് കാണാൻ വേണ്ടി സാധിച്ചതും. കാരണം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള C. ചന്ദ്രൻ, അതുപോലെ തന്നെ KSU യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാർ തുടങ്ങിയവരൊക്കെ രാഹുലിനൊപ്പം രാവിലെ മുതൽ ഉണ്ടായിരുന്നു. അവർ തന്നെ ഇപ്പോഴും കൂടെയുണ്ട്. ഇപ്പോൾ പാലക്കാട് MLA ഓഫീസിലേക്ക് രാഹുൽ എത്തിയിരിക്കുകയാണ്. രാഹുൽ എത്തുന്നതിന് മുന്നോടിയായി നിരവധി പ്രവർത്തകരും MLA ഓഫീസ് പരിസരത്ത് എത്തിയിരുന്നു. പോലീസിന്റെ കർശന സുരക്ഷയും MLA ഓഫീസിന് മുന്നിലുണ്ട്. കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുമെന്ന് നേരത്തെ തന്നെ യുവജന സംഘടനകളും BJPയും ഒക്കെ അറിയിച്ചിരുന്നു. അതിനാൽ തന്നെ അത്തരത്തില് ഒരു സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോലീസിന്റെ ഒരു സുരക്ഷാ സന്നാഹം MLA ഓഫീസിന് മുന്നിൽ രാവിലെ മുതലുണ്ട്. സിന്ധൂരി, അതായത് സച്ചിൻ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എങ്കിലും പാലക്കാട് കോൺഗ്രസിന്റെ ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായിട്ടുള്ള രാഹുലിനെ സ്വീകരിക്കാൻ അവിടെ തയ്യാറാണ് എന്ന് തന്നെ വേണം നമുക്ക് ഇതിൽ നിന്നും അനുമാനിക്കാൻ, അല്ലേ?
രാഹുൽ ഇപ്പോൾ MLA ഓഫീസിനുള്ളിലാണുള്ളത്. നിലവിൽ MLA ഓഫീസിൽ നിവേദനങ്ങളടക്കം സമർപ്പിക്കാൻ എത്തിയവരുമായിട്ടാണ് ഇപ്പോൾ രാഹുൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോൾ MLA ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. സിന്ധൂരി പറഞ്ഞതുപോലെ തന്നെ ഒരു വിഭാഗം പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ രാഹുലിനുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ പാലക്കാട് ജില്ലയിലെത്തിയപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് KPCCയുടെ സെക്രട്ടറി ആയിരുന്ന PJ പൗലോസ് അന്തരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് രാഹുൽ എത്തിയപ്പോൾ അവിടെയും ബെന്നി ബെഹനാൻ MP, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് തങ്കപ്പൻ, KPCC ജനറൽ സെക്രട്ടറി മുത്തലീബ് തുടങ്ങിയവരൊക്കെ രാഹുലുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകിക്കൊണ്ട് അവിടെ പാലക്കാട് സജീവമാണ് എന്ന് തന്നെ വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുക. എന്തായാലും ലൈംഗിക ആരോപണ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ 38 ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ തന്റെ MLA ഓഫീസിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. അവിടെ MLAക്ക് നിവേദനങ്ങൾ അർപ്പിക്കുവാൻ വന്നിരിക്കുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. അവരുമായി സംവദിക്കുന്ന കാഴ്ചയും മറ്റും നമ്മൾ കണ്ടു. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യത ഇന്നില്ല എന്നാണ് ഞങ്ങളുടെ പ്രതിനിധിയിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.